അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ പിന്നെ വീട് പറളിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇടവക കല്ലേക്കാടാണ് ഞാൻ. പിന്നെ എൻ്റെ മകളുടെ കുട്ടിക്ക് 2 ആഴ്ചയായി പരീക്ഷയായിരുന്നു. ആ കുട്ടിക്ക് വയറുവേദന കൊണ്ട് കുട്ടി ഇങ്ങനെ കവുന്ന് കിടക്കുക. 2 മക്കളും, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ 2 ആൾക്കും പരീക്ഷയ്ക്കും പോകാൻ ഒരു വഴിയില്ല, അവർക്ക് പഠിക്കാനും പറ്റുന്നില്ല. വല്ലാത്ത കഷ്ടത്തിലായി. ഞാൻ ഇവിടെ വന്നിട്ട് കഴിഞ്ഞ ഈ വെള്ളിയാഴ്ച ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് ഇവിടുന്ന് അച്ഛൻ വെഞ്ചരിച്ച വെള്ളവും അതുപോലെ ബ്രെഡും കൊടുത്തു. അവർ ഒരാളാണ് വന്നിട്ട് ഇവിടെ പ്രാർത്ഥിക്കാൻ വരാൻ പറ്റിയുള്ളൂ, വേറെ ആൾ അങ്ങനെ കവുന്ന് കിടക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്ക് 2 പേർക്കും പിന്നെ ഭേദമായി ഇപ്പോൾ സ്കൂളിലേക്ക് പോകാൻ സാധിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇല്ല, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടായിരുന്നു, പരീക്ഷയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇവിടുന്ന് വെഞ്ചരിച്ച ബ്രെഡും കൊണ്ടുപോയി, അതുപോലെ തന്നെ ഹോളി വാട്ടർ പ്രത്യേകം നമ്മൾ വെഞ്ചരിച്ച അന്നാമെള്ളം കൊണ്ടുപോയി കൊടുത്തതിൻ്റെ ഫലമായിട്ട് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള കൃപ നൽകി കർത്താവ് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. നമ്മളെ കാലഘട്ടത്തിൽ കാണുന്നൊരു വലിയൊരു ബുദ്ധിമുട്ടാണ്, സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കുട്ടികൾ സ്കൂളിൽ പോകില്ല, അല്ലെങ്കിൽ പോയിക്കൊണ്ടിരുന്ന കുട്ടികൾ പരീക്ഷ എഴുതുന്ന ടൈം വരുമ്പോൾ രോഗപീഠകൾ കടന്നു വരിക. നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുട്ടികളെ നിങ്ങൾ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. എവിടെയെങ്കിലും കുട്ടികളെ കൊണ്ടുവന്ന ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഡെലിവറൻസ് നേടണമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു.